ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കാറില്ല. ഞങ്ങളെപ്പോഴും സഹിക്കുകയും പൊറുക്കുകയും കണ്ണൂരിലെ മഹിളാ മോർച്ചയുടെ എത്രയോ നേതാക്കന്മാർ പറയാറുണ്ട്, കുടിവെള്ളം പോലും മുട്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കഥ. ഞങ്ങളുടെ നേരത്തെ വിശദമായിട്ട് മാഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എത്രയോ ബലിദാനികളുടെ, എത്രയോ മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയതിന്റെ കഥയെല്ലാം ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ചെറിയ ചില കണക്കുകൾ അത് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കണക്കെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എനിക്കും നിങ്ങൾക്കും നോക്കിയാൽ കാണാൻ സാധിക്കും, വോട്ടിംഗ് മെഷീന് എന്തോ തകരാറുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ ജനാധിപത്യത്തെ തകർക്കാൻ, ഏത് രീതിയിലും ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ചൈനയും പാകിസ്ഥാനുമായി കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സോറസിനെയും ഹിഡൻബർഗിനെയും വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ ടീമുകൾ മഹാരാഷ്ട്രയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ 2019 കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു, ശരത് പവാർ. ശരത് പവാറിന്റെ പാർട്ടി 54 പേർ ശരത് പവാറിന്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 10 പേരായിട്ട് ചുരുങ്ങി. എന്താ കാരണമെന്നറിയുമോ? മഹാരാഷ്ട്രയിലേക്ക് അമ്മമാർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മഹാരാഷ്ട്രയിലെ ജനങ്ങൾ, മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, കർഷകന്മാർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ, 24 മണിക്കൂർ പോലും റെസ്റ്റ് എടുക്കാതെ എല്ലാ ദിവസവും പ്രവൃത്തി പദങ്ങളിലൂടെ മുന്നോട്ട് പോയി ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കിയിട്ട് ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുടെ മികവിനാണ് പ്രിയപ്പെട്ടവരെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത്. അപ്പൊ എന്തു സംഭവിച്ചു? ബിജെപിയുടെ കൂടെ കൂടാൻ തയ്യാറായിട്ടുള്ള അജിത് പവാർ, ആ അജിത് പവാറിന് 41 സീറ്റ് കിട്ടി. ഈ കണക്ക് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ പറയുകയാണ്. 41 സീറ്റ് അജിത് പവാറിന് കിട്ടിയപ്പോ ഉദ്ധവ് താക്കറെക്ക് കിട്ടിയത് വെറും 20 സീറ്റാണ്. എന്താ കാരണം? ബാൽ താക്കറെയുടെ കാലഘട്ടം മുതൽ മഹാരാഷ്ട്രയില് രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മഹാരാഷ്ട്രയുടെ ചൈതന്യത്തെ, ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടങ്ങളെ ചിന്തിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നതിന് പകരമായി മഹാരാഷ്ട്രയില് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു ഇന്ത്യ സഖ്യമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്ധവ് താക്കറെയും ശരത് പവാറും എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചപ്പോ ഉദ്ധവിന് 10 സീറ്റ് കൊടുത്തു, ഷിൻഡേക്ക് 56 സീറ്റ് കിട്ടി. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിന് 44 സീറ്റ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട്, താങ്കൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ താങ്കൾ മഹാരാഷ്ട്രയിൽ പോയി വലിയ പ്രവർത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞ് പാലക്കാടിലെ ബിജെപിയുടെ പരാജയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ 16 സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത്. ഇത്രയും വലിയ ഒരു രാജ്യത്ത് എന്റെ കയ്യിൽ ഒരു ഭൂപടം ഉണ്ടായിരുന്നു. ആ ഭൂപടം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുക്കണമെന്ന് കരുതി, പക്ഷെ അത് മറന്നുപോയി. ആ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഭൂപടം. ആ ഭൂപടത്തിലെ രാജസ്ഥാൻ നമ്മൾ ഭരിക്കുന്നു, മധ്യപ്രദേശ് നമ്മൾ ഭരിക്കുന്നു, ഉത്തർപ്രദേശ് നമ്മൾ ഭരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് തെക്ക് തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയും ഈ തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും കാവിക്കടലായി മാറിയിട്ടുള്ള ഒരു ഭൂപടത്തിന്റെ ഫോട്ടോ ഒരുപക്ഷെ നിങ്ങളും ഞാനും ഒക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. അതങ്ങ് കാശ്മീരം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് കോൺഗ്രസുകാർ നിലകൊള്ളുകയാണ് ഈ രാജ്യത്ത്. അതെങ്ങനെ? അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ കൂട്ടുപിടിച്ച്, ലല്ലു പ്രസാദ് യാദവിനെ കൂട്ടുപിടിച്ച്, അതുപോലെ തന്നെ മമതാ ദീദിയെ കൂട്ടുപിടിച്ച്, ഇങ്ങനെ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ രൂപത്തിലും ഭാവത്തിലും
ഈ രാജ്യത്ത് നമ്മളെ എതിർക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ നാട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇതാ ലോകത്തിന്റെ വലിയ വലിയ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഭാരതം എന്ന് പറയുന്ന രാജ്യം സാമ്പത്തിക മേഖലയില് ഏതാണ്ട് മൂന്നാമത്തെ ശക്തി രാഷ്ട്രമായിട്ട് നിലകൊള്ളാൻ പോവുകയാണ് എന്നാണ് ലോക രാജ്യങ്ങളുടെ കയ്യിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, 3 തവണ ഒരു വലിയ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയാണ് പ്രിയപ്പെട്ടവരെ ജനിച്ചു വീണ കുട്ടികൾക്ക് മുതൽ എത്രയോ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് പലതും കൊടുക്കുന്നത്. ഒരു മന്ത്രി ഒരു ചോദ്യം നമ്മുടെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട്. ആ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ആ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രി ചോദിച്ചത് 3000 കോടി രൂപയിൽ താഴെ 2700-2800 കോടി രൂപ ഇവിടുത്തെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രം കേരളത്തിന്റെ ഖജനാവിലേക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ 2800 കോടി രൂപ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അത് ചെലവഴിച്ചുവോ? അത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുവോ എന്നുള്ള ചോദ്യം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചോദിച്ചു. ഉത്തരം ഭരണപക്ഷം പറഞ്ഞിട്ടില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ജനങ്ങൾക്ക് അരിയും ഗോതമ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു 256 കോടി. 259.93 ലക്ഷം കോടി രൂപയാണ് ഈ കേരളത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കേന്ദ്രം തയ്യാറായി. മത്സ്യസമ്പത്ത് യോജന പദ്ധതിയുണ്ട്. ഞാൻ പാവപ്പെട്ടവരുടെ 1-2 പദ്ധതികൾ സൂചിപ്പിക്കുകയാണ്. ആ മത്സ്യസമ്പത്ത് യോജന പദ്ധതിയിൽ 13,286 കോടി രൂപ കേരളത്തിലെ മത്സ്യമേഖലയിൽ ജീവിക്കുന്നവർക്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട കച്ചവടം നടത്തുന്നവർക്ക്, എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക്, ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് പദ്ധതികളും സ്റ്റാൻഡപ്പ് പദ്ധതികളും ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ 13,286 കോടി രൂപ കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. ചെലവഴിച്ചത് 7,855 കോടി രൂപയാണ്. 7,855 കോടി ചെലവഴിച്ചു. 5,400 കോടി രൂപ മത്സ്യമേഖലയ്ക്ക് വേണ്ടി കൊടുത്തത് ലാപ്സാക്കി കളഞ്ഞു കേരളത്തിന്റെ ഭരണപക്ഷം. ചോദിക്കാൻ കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാൻ ശ്രീമാൻ വി.ഡി. സതീശൻ തയ്യാറല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ തയ്യാറല്ലാത്തത്? തയ്യാറാവാത്തതിന്റെ കാരണം ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ, അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ, സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ നാടിനെ ആക്രമിക്കുന്ന ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ രേഖകൾ കിട്ടുമ്പോൾ, മലപ്പുറത്ത് അൻവർ പത്രസമ്മേളനം നടത്തുമ്പോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരള നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചാണ്. എന്തിനാണ് പറയുന്നത്? തൃശൂർ പൂരം കലങ്ങിയതിന് വേണ്ടിയിട്ടല്ല സതീശന്റെ പ്രഖ്യാപനം. സതീശൻ പ്രശ്നങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. പിണറായി വിജയന് ബുദ്ധിമുട്ടുണ്ടായാൽ വി.ഡി. സതീശൻ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമ്പോ ബി.ജെ.പിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും വിരുദ്ധമായിട്ട് ജനങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ജയകിഷൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപ് ഞാൻ ഈ ഇവിടത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാരുടെ ഇടയിൽ നിൽക്കുന്നത്. നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ 32% വനവിഭവങ്ങളുണ്ട്, വനമുണ്ട്. 312 കിലോമീറ്റർ കടൽ തീരമുണ്ട്. നമ്മുടെ നാട്ടിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആളുകൾ വരാൻ സാധ്യതയുള്ള 50 കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്യധ്വാനം ചെയ്യാൻ ശക്തിയുള്ള അമ്മമാരുണ്ട്, കർഷകരുണ്ട്. നമ്മുടെ കേരളത്തിൽ നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. നന്നായി പഠിച്ച് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി ഒരു ജോലിക്ക് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുമ്പോ പഠിക്കാതെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഷിജുഖാന് ഡോക്ടറേറ്റ് കൊടുത്തത്. അങ്ങനെയാണ് ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്തത്. അങ്ങനെയാണ് നമ്മുടെ കണ്ണൂരിലെ രാകേഷിന്റെ ഭാര്യയ്ക്ക് ഉന്നത ജോലി കൊടുത്തത്.
കണ്ണൂരിലെ രാജേഷിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായി ഉന്നത ജോലി കൊടുത്തത് കൊണ്ടാണ് പാലക്കാട് MP രാജേഷിന്റെ ഭാര്യ പറഞ്ഞത്, ചേട്ടാ കണ്ണൂരിലെ രാജേഷിന്റെ ഭാര്യയ്ക്ക് മാത്രം ജോലി പോരാ, എനിക്കും വേണം. അങ്ങനെയാണ് MP രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ ജോലി കൊടുത്തത്. അങ്ങനെയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ പല സഹകരണ സംഘങ്ങളിലും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉന്നതമായ പൊസിഷനുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവർ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ മക്കൾ 1000-ഉം 2000-ഉം 10,000-ഉം വരുന്ന കുട്ടികൾ അവർ ഇവിടെ നിന്ന് ജോലിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അമ്മമാർ, ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, ആ കുട്ടികൾ പോകുന്നത് യുദ്ധം നടക്കുന്ന ഭൂമിയിലേക്ക് വരെ പോകാൻ അവർ തയ്യാറായിക്കൊണ്ട് 15,000 രൂപ കിട്ടാൻ വേണ്ടി, സ്വന്തം അച്ഛനെയും അമ്മയെയും പുലർത്താൻ വേണ്ടി 15,000 രൂപയോ 20,000 രൂപയോ ചിലവ് കഴിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളിൽ പോയി ഒന്നുമില്ലാത്ത രാജ്യങ്ങളിലേക്ക് വണ്ടി കയറി അവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികളുണ്ട് ഈ നാട്ടിൽ. ആ കുട്ടികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ മക്കളായിട്ട് കാണാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചിന്തിക്കാത്തത്? നിങ്ങൾ അക്രമത്തിലൂടെ, നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികൾക്ക് കൈകൊടുത്തുകൊണ്ട്, ഒരു ഭാഗത്തെ തീവ്രവാദികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമകാരികളും ചേർന്ന് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയപ്പോ ഈ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പോലും ഒരാൾ വരാൻ തയ്യാറാത്ത സാഹചര്യം ഉണ്ടാക്കിയപ്പോ ആന്ധ്രയും കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെ അയൽ രാജ്യങ്ങൾ, അവിടെ ഭരിക്കുന്നത് ആരോ ആകട്ടെ, അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും വകുപ്പ് മന്ത്രിമാരോടും ചെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരാൻ പറഞ്ഞ് അവരുടെ സംസ്ഥാനത്തിനു വേണ്ടി നേടിയെടുത്ത് തിരിച്ചു വരുമ്പോ ഈ കേരളത്തിൽ മാത്രം ഒന്നുമില്ലാത്തവരായി നമ്മൾ എന്തുകൊണ്ടാണ് മാറിപ്പോയത്? വൃദ്ധരുടെ നാടായി മാത്രം ഈ കേരളം മാറിയാൽ മതിയോ? ഈ ചോദ്യമാണ് ഇന്നത്തെ ദിവസം യുവമോർച്ചയുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം. കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും, എല്ലാ യുവാക്കളിലേക്കും, എല്ലാ യുവതികളിലേക്കും അവരുടെ മനസ്സുകൾക്കകത്തേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശബ്ദം എത്തണം. ആ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ഓരോ ബൂത്തുകളിലും സൃഷ്ടിക്കണമെന്നാണ് ജയകൃഷ്ണൻ മാസ്റ്റർ ആഗ്രഹിച്ചത്. അതിനാണ് അദ്ദേഹം പദയാത്ര നടത്തിയത്. അതിനാണ് അദ്ദേഹം ഈ കൊടിയെ നെഞ്ചോട് ചേർത്തത്. അതിനാണ് അദ്ദേഹം കണ്ണൂരിന്റെ മണ്ണിൽ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ കൊലപാതകികൾ എന്റെ പിറകിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ വെച്ചിട്ടും അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിച്ചത്. അതുകൊണ്ട് യുവമോർച്ച പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ വലിയ മാറ്റത്തിന് വേണ്ടി, വലിയൊരു പോരാട്ടത്തിന് വേണ്ടി ഞാനും നിങ്ങളും എടുത്തിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് കേരളത്തെ ആകമാനം മാറ്റിമറയ്ക്കാനാണെങ്കിൽ ദേശീയധാരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ അത് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറല്ലെങ്കിൽ നമ്മൾ ഓരോ പഞ്ചായത്തിന്റെയും മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് സമരത്തിന്റെ, പ്രക്ഷോഭത്തിന്റെ തീനാളങ്ങൾ സൃഷ്ടിക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് സാധിക്കണം. മനുഷ്യർ മാറുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസിൽ നിന്ന് മിസ്റ്റർ രഘുനാഥ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു. നമ്മുടെ പാർട്ടിയിലേക്ക് ആര് വന്നാലും അത് വലിയ വാർത്തയല്ല. നമ്മുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോയാൽ അത് വലിയ വാർത്തയാണ്. ആ വാർത്ത 4 ദിവസവും ചർച്ച ചെയ്യും, 10 ദിവസവും ചർച്ച ചെയ്യും, അത് കഴിഞ്ഞാലും ചർച്ച ചെയ്യും. പക്ഷേ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഞാൻ ആലപ്പുഴയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആലപ്പുഴ കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപം പോലെ ആലപ്പുഴയിലാണ് പുന്നപ്രയിലെ, വയലാറിലെ സമരഭൂമി. ആ പുന്നപ്രയും വയലാറും 1ാം സ്ഥാനം താമരയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് ചെറുപ്രായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചു വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നത്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തെക്കൻ കേരളത്തിലെ, ഇന്ന് ഞാൻ കാറിൽ വരുന്ന വഴിയില് ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് അറിയില്ല അത് ആരാണെന്ന്. ഇപ്പോ EP ജയരാജൻ പറയുകയാണ് ശോഭാ സുരേന്ദ്രന് നിലവാരമുള്ള ഒരു നേതാവല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്റെ മണ്ഡലം പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല BJPയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഫോണിൽ വിളിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തില് നല്ല ആഢ്യത്വമുള്ള നേതാക്കന്മാര് ഇപ്പോഴും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല, ഞാൻ പിടിച്ച കൊടിയുടെ മിടുക്കാണ്, ഈ താമര ചിഹ്നത്തിന്റെ മിടുക്കാണ് എന്ന് സഖാവ് EP ജയരാജനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹി വരെ കുളിച്ചൊരുങ്ങി വന്നപ്പോ എന്റെ നിലവാരത്തെ കുറിച്ച് മനസ്സിനകത്ത് ആശങ്കയുണ്ടായില്ല.
അവിടെ തൃശ്ശൂരില് വന്ന് അവിടെ കൃത്യമായി 101 നമ്പർ റൂം എടുത്ത് 107 നമ്പർ റൂമിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും സഖാവ് പി ജയരാജന് എന്റെ നിലവാരത്തെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ ഈ പരിപാടി, ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം അത് ഡിസംബർ 1 വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പൊതുസമൂഹത്തോട് പറയാൻ എന്താണെന്നറിയുമോ? പി ജയരാജന്റെ പവർ കണ്ടിട്ടല്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെ അനാഥരാക്കിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും പൊളിച്ചടിക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ദൃഢപ്രതിജ്ഞ. ആ ദൃഢപ്രതിജ്ഞ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് നീക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയില് ഒന്നുകൊണ്ട് അവസാനിച്ചുവെന്നാണോ സഖാക്കൾ കരുതുന്നത്? അല്ല, അവിടെ വലിയ മാറ്റത്തിന്റെ കേളികൊട്ട് ഒരുങ്ങുകയാണ്. ഈ കൂത്തുപറമ്പിലും വരാൻ പോകുന്ന നാളുകളിൽ എനിക്കുറപ്പുണ്ട്, പുന്നപ്രയ്ക്ക് മാറാമെങ്കിൽ, വയലാറിന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ വാർഡിൽ 1ാം സ്ഥാനം BJPക്ക് ഏൽപ്പിക്കാമെങ്കിൽ കൂത്തുപറമ്പിലും BJPക്ക് MLA ഉണ്ടാകുമെന്നുള്ള ആ ബോധ്യമാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ അമരന്മാരായിട്ടുള്ള ബലിദാനികളുടെ മുന്നിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ഹൃദ്യമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അത്ര വലിയ വയസ്സൊന്നുമായിട്ടില്ല. എല്ലാവരും കേരള നിയമസഭയ്ക്കകത്ത് പോകും. അങ്ങനെ കേരളത്തിന്റെ മടിത്തട്ടിൽ നമ്മുടെ പന്യൻ ചന്ദ്രേട്ടനും അതുപോലെ തന്നെ അശ്വിനി കുമാറിനും നമ്മുടെ KT ജയകൃഷ്ണൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ബലിദാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് നീങ്ങും. നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തെ BJPയെ സ്വീകരിക്കാൻ, കാണാൻ, മനസ്സിലാക്കാൻ, വിളക്ക് കത്തിക്കാൻ അറിയാവുന്നവർ, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ, ലവ് ജിഹാദിലേക്ക് പെൺകുട്ടി സ്വന്തം മകൾ പോയപ്പോ അശോകേട്ടനെ കാണാൻ ഞാൻ പോയപ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സഖാവ് അശോകൻ പറഞ്ഞു, എന്താണെന്നറിയുമോ? ഗണപതി ഹോമം നടത്താൻ സമ്മതിക്കില്ല, വിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല, ദൈവത്തെ വിളിക്കാൻ സമ്മതിക്കില്ല, പെൺകുട്ടികൾക്ക് ശ്ലോകം ചൊല്ലാൻ പാടില്ല. എന്താ കാരണം? കാരണം ആ ശിശുവാട്ടിയായി പോയി. എന്നാൽ കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ബ്രിട്ടാസിന്റെ മകളുടെ കല്യാണം പള്ളിയിൽ തന്നെ നടത്താം, അതിനൊരു കുഴപ്പവുമില്ല. ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോയി കല്യാണം മണവാട്ടിയെ അണിയിച്ചൊരുക്കി അവിടെ പള്ളിയിലെ കാർമ്മികത്വത്തിൽ ഞങ്ങൾക്കത് സന്തോഷമാണ് കാണുന്നത്. മിസ്റ്റർ ബ്രിട്ടാസ്, ഞങ്ങൾക്കിത് കാണുന്നത് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇസ്ലാം മതത്തെയും, ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തെയും, ഞങ്ങൾ ഹിന്ദു മതത്തെയും ഒക്കെ അതിലെ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഗണപതി ഹോമത്തെ ഗണപതിയെ വെല്ലുവിളിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അമ്പലങ്ങളെ നന്നാക്കണ്ട, നശിപ്പിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അമ്പല കമ്മിറ്റികളിലേക്ക് ആളുകളെ കയറ്റി വിടുമ്പോ ആ സഖാക്കന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നല്ല ചന്തമുള്ള കുട്ടികളെ നോക്കി ലവ് ജിഹാദികൾ കേരളത്തിന്റെ മണ്ണില് പരക്കം പായുകയാണ്. നാളെ നിങ്ങളുടെ വീട്ടിലെ മകളാവാതിരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയും അവൾക്ക് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും സംസ്കാരത്തെ കുറിച്ച് അവൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ സഖാക്കന്മാര് തയ്യാറാകണം. എന്നിട്ട് പറയണം, സഖാവിന് പള്ളിയിൽ പോകാമെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവാണ്, എനിക്ക് അമ്പലത്തിലും പോകാമെന്ന് പറഞ്ഞ് ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നല്ല കുഞ്ഞുങ്ങളെ, ഭാവിക്ക് വീടിനും നാടിനും ഉപകാരികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടിനകത്തും ഉണ്ടാകും. ഞങ്ങൾക്ക് അതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ കോൺഗ്രസിനെ കുറിച്ചോ കൂടുതലൊന്നും ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കാത്തത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 100 സീറ്റാണ് കിട്ടിയത്. ആകെ 400 സീറ്റും കിട്ടി വൻ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് കൂടെ ചേർത്തുകൊണ്ട് 100 കിട്ടിയപ്പോ ആ 100-ൽ ഹൃദയത്തിൽ 100-നെ ആവാഹിച്ചെടുത്തുകൊണ്ട് 100 വലുതല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചിട്ട് ഹിഡൻബർഗും സോറസും പിന്നെ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ കുഞ്ഞു കുഞ്ഞു ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോ നിങ്ങൾക്ക് 100 കിട്ടി. നിങ്ങൾ ആ 100-ൽ തൃപ്തരായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഇന്ത്യ മുന്നണി വെളിച്ചം കാണാൻ പോകുന്നില്ല എന്ന് മഹാരാഷ്ട്ര തെളിയിച്ചു, UP-യിലും തെളിയിച്ചു. ഇനി വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ, കാരണം രാജ്യവ്യാപകമായിട്ടുള്ള ചരിത്രമല്ലല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ ഒന്ന് കാണിച്ചു തരാനാണ് പറയുന്നത്.
ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കണം. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഞങ്ങൾ കേരളത്തിന്റെ പൊതുവീതിയിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഒരുക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ആ ഗ്രൗണ്ടിന്റെ മറുഭാഗത്ത് നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൊടികൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നണി നിന്നോളൂ, രണ്ട് മുന്നണികളും നിന്നോളൂ. പക്ഷേ കേരള നിയമസഭയ്ക്കകത്തേക്ക് ഈ രാജ്യ ഭരണകൂടത്തിന്റെ തലവനായ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച് 25 പേർ ഞങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നിയമസഭയ്ക്കകത്തേക്ക് എന്റെ സഹോദരന്മാരും സഹോദരിമാരും കടന്നു പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ ഇവിടുത്തെ ഓരോ ബൂത്ത് തലത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും മുന്നിലേക്ക് ഞങ്ങൾ കേന്ദ്രത്തിൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ വകുപ്പ് മന്ത്രിമാരോടും ചില കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് നിങ്ങൾ കേരളത്തിലേക്ക് കൊടുത്തത്? അത് റെയിൽവേ വകുപ്പ് പറഞ്ഞു, നമുക്ക് ഉത്തരം കിട്ടി. റോഡ് വികസിപ്പിക്കാൻ കൊടുത്തു, അതിന്റെ കണക്കിപ്പോ അടുത്തു വരും. എല്ലാം A to Z കണക്കുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ അതുമായിട്ട് വീടുകളിലേക്ക് ഇറങ്ങുമെന്നുള്ള ദൃഢവിശ്വാസം എനിക്കുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഈ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അടിവരയിട്ടുകൊണ്ടാണ് നേരത്തെ ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളുമായിട്ട് പരാമർശിച്ചു കഴിഞ്ഞു. എനിക്ക് അമ്മമാരോടുള്ള അപേക്ഷ എന്ന് പറയുന്നത്, ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നില്ലേ? ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ BJPയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ മുഖത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് നിങ്ങൾ വിശ്വസിച്ച ഈ സംഘപരിവാർ പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർന്നു വലുതാകുന്നത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ 8 വർഷം കൂടി മാത്രം മതി. നമുക്ക് അസുലഭമായിട്ടുള്ള ഒരവസരം ജഗദീശ്വരൻ നമുക്ക് നൽകും. അതിന് എന്റെ അമ്മമാർ തന്നെയാണ് ഏറ്റവും നാരായ പേരുകളായിട്ട് ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് കഠിനമായിട്ടുള്ള വഴിത്താരകളിലൂടെയും ഞങ്ങൾ എല്ലാവരും നടക്കും. അതിന് നിങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും മാത്രം മതി.